ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അൺസ്പീക്കബിൾ ശിശ്ര. അപ്പോൾ ഈ വീഡിയോൻ്റെ അകത്ത് ഞാൻ പറയാൻ പോകുന്നത് ലണ്ടനിലൊരു ഫേമസ് ആയിട്ടൊരു അമ്പലമുണ്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് ഞാൻ പോവാണ്. ഇതിനെക്കുറിച്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇനി ഇറങ്ങണം. ഇപ്പോൾ തന്നെ ഒരുപാട് ലേറ്റായി. അന്ന് ഞാൻ പറഞ്ഞ ഓൺലൈൻ ഫ്രണ്ടിലൂടെ തന്നെയാണ് പോകുന്നത്. അപ്പോൾ ഇന്ന് നല്ല മഴയും ഉണ്ട്. അപ്പോൾ ഞാൻ എന്തായാലും ഒരുങ്ങിയിട്ട് ബാക്കി കാണിക്കാം. മഴയും ഉണ്ട്, ഞാനാണെങ്കിൽ കുടയും എടുത്തില്ല. അപ്പോൾ ബസ് സ്റ്റോപ്പിലോട്ട് പോകാൻ കുറച്ച് നടക്കാനുണ്ട്. അപ്പോൾ ഞാൻ അങ്ങോട്ടേക്ക് നടക്കുവാണ്. നല്ല മഴയുണ്ട് സുഹൃത്തുക്കളെ, നല്ല മഴയുണ്ട്. അപ്പോൾ ബസ് കയറിയിട്ട് കാണാം. അങ്ങനെ ബസ് സ്റ്റോപ്പിൽ എത്തിയിരിക്കുകയാണ്. ഞാൻ വന്ന സമയത്താണ് ആ ബസ് പോയത്. ഇനിയിപ്പോൾ അടുത്ത ബസ് അപ്പോൾ വരുമെന്ന് ഇതെന്താ ഇതിങ്ങനെ ദൈവത്തിനറിയാം. നല്ല മഴയായിരുന്നു, ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഫോട്ടോ ഇട്ട് ഞാനും ഇറങ്ങി, നല്ലതായിട്ട് നനഞ്ഞു. ഇനിയിപ്പം അടുത്ത ബസ് അപ്പോൾ വരുമെന്തോ. വന്ന സമയത്തായിരുന്നു ആ ബസ് കൊണ്ടുപോയി. കുറച്ചൊന്ന് ഓടി വന്നിരുന്നെങ്കിൽ ചിലപ്പോൾ അത് കിട്ടിയും ചിലപ്പോൾ ഓടി വരുമ്പോഴായിരിക്കും ആ ബസ് അവിടെ പോകും. എപ്പോഴും പണികളെ കിട്ടാറുള്ളൂ. ഇത്രയും ദിവസവും വലിയ മഴയില്ലായിരുന്നു, രാവിലെയും വലിയ കുഴപ്പമില്ലായിരുന്നു. ഇപ്പോൾ ഇറങ്ങിയപ്പോൾ നല്ല മഴ. ഇനി അപ്പോൾ ഒരു അടുത്ത ദിവസം അത് നോക്കിയിരിക്കുകയാണ്. അപ്പോൾ ബസ്സിൽ കയറ്റുകയാണ്. സംഭവം അമ്പലത്തിൽ പോകാനായിട്ടാണ് ഇരുന്നത്. ഞങ്ങൾ രണ്ടുപേരും നല്ല വിശപ്പുണ്ട്. അപ്പോൾ അവിടെ ഒരു 5 പൗണ്ടിന് മസാല ദോശ കിട്ടുമെന്ന് പറഞ്ഞു. അപ്പം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു, ഞാൻ പോയി കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ എപ്പോഴും അതുണ്ടോയെന്ന് അറിയത്തില്ല, നല്ലൊന്ന് പോയി നോക്കാമെന്ന് വെച്ചു. അവിടെ പോയി ഞങ്ങൾ രണ്ടുപേരും മസാല ദോശ കഴിച്ചിട്ട് നേരെ അമ്പലത്തിലോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ് തൽക്കാലത്തേക്ക്. എന്തായാലും നോക്കാം. അതിന് ബസ് കേട്ട് കാണാം സുഹൃത്തുക്കളെ. ബൈ. എൻ്റെ സീറ്റ് ഞാൻ പ്രതീക്ഷിച്ചു, പക്ഷേ എനിക്കത് കിട്ടി. അങ്ങനെ ഫ്രണ്ട് സീറ്റ് തന്നെ കിട്ടി. ദോശ എക്സ്പ്രസ്സിൽ ഞാൻ എത്തിയിരിക്കുകയാണ്. ചേച്ചിയുടെ ഒപ്പീനിയൻ എങ്ങനെ ഉണ്ടായിരുന്നു ദോശ കഴിച്ചത്? നമ്മൾക്ക് എന്തായാലും നിങ്ങൾക്ക് 6.99. അപ്പോൾ ഞങ്ങൾ ദോശ കഴിച്ചു. ഞങ്ങൾ രണ്ടുപേരും ഇറങ്ങുകയാണ്. ഇനി എങ്ങോട്ടെങ്കിലുമൊക്കെ പോകണം. ദോശ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ആ ബാത്റൂം തുറന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ആ ഒരു വസന്തം, ആ മണം ഞങ്ങളെ ആസ്വദിച്ച് ഭയങ്കരമായിട്ട് ആകർഷിച്ചു. നിങ്ങൾ പോവുകയാണെങ്കിൽ അങ്ങോട്ട് പോരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷെ 5 കൊണ്ടൊരു ദോശ കിട്ടും കേട്ടോ. അത് വലിയൊരു മസാല ദോശ അല്ല, ഗീ റോസ്റ്റ് കിട്ടും. കുഴപ്പമില്ല, അത്യാവശ്യം വലിയ ദോശയാണ്, നല്ല മസാല ചായയാണ്. പക്ഷെ ബാത്റൂമിൻ്റെ ഭാഗത്ത് പോയി ഇരിക്കരുത്, നിങ്ങൾ കുറച്ച് മാറി ഇരുന്നാൽ മതി.